ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കോഫി സിറപ്പ് ഉണ്ടാക്കാനും പഠിച്ചു, അതുപോലെ ഫ്രഷ് ക്രീം ഉപയോഗിച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനും പഠിച്ചു. ഇനി നമുക്ക് അടുത്തതായി കോഫി കേക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഇച്ചിരി ഇതിൽ നിന്ന് മാറ്റും. 3/4 കപ്പ് മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡർ. 1 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല, എന്നാലും ഈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്തെങ്കിലും തരിതരിപ്പുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 50 ഗ്രാം ബട്ടറാണ്. പിന്നെ 1 മുട്ട. പിന്നെ വേണ്ടത് കോഫി സിറപ്പ്. നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി സിറപ്പ്. ഇത് ശരിക്കും പതയാണ് കേട്ടോ. ശരിക്കും ഈ കളറിൽ കാണുന്നത് പതയാണ്. ഇത് നമ്മളിങ്ങനെ മാറ്റി നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ കോഫി സിറപ്പ് നല്ല ബ്രൗൺ കളർ തന്നെയാണ്. കണ്ടോ? ഇന്ന് ശരിക്കും എടുത്ത് നോക്കിയപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത് ഇത് പതയാണ് ഈ മേളിൽ കാണുന്നത്. ഇതിൻ്റെ അടിയിൽ കാണുന്നതാണ് നമ്മുടെ കോഫി സിറപ്പ്. അപ്പോൾ നമുക്ക് ആ കോഫി സിറപ്പ് ഇതിൽ നിന്നും എടുക്കാം. അപ്പോൾ അത് എത്ര അളവാണെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 ടീസ്പൂൺ നെയ്യ് എടുത്തോളൂ. പിന്നെ വേണ്ടത് ഇതുപോലൊരു വിസ്ക്. ഞാനിവിടെ ഹാൻഡ് മിക്സറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വിസ്ക് ഉപയോഗിച്ച് ബട്ടർ ഇതുപോലെ നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. വിസ്ക് ഇല്ലെങ്കിൽ തടുത്തവി ഉപയോഗിച്ച് നിങ്ങൾ ഈ ബട്ടർ കുറച്ച് നേരം നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഈ ബീറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ ബട്ടർ ഒരുപാട് സമയം നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്നും പുറത്ത് വെച്ച് ആ തണുപ്പ് നന്നായിട്ട് വിട്ടത് കണ്ടോ. ഇത് ഒരുപാട് സമയം പുറത്ത് വെച്ച് നന്നായിട്ട് തണുപ്പ് വിട്ട് നന്നായിട്ട് അലിഞ്ഞിരിക്കുന്ന നമ്മുടെ ബട്ടറാണ്. ഇതുപോലെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാൻഡ് മിക്സർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു വിസ്കോ അല്ലെങ്കിൽ തടിത്തവിയോ ഉപയോഗിച്ച് ഇത് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് എടുത്തോളൂ, കുഴപ്പമില്ല. 4 ടീസ്പൂൺ നെയ്യ് ഇതുപോലെ ഒരു 2 ഐസ് ക്യൂബ് ഇട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ വിസ്ക് ഉപയോഗിച്ച് നമുക്ക് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടി നിങ്ങൾ ഇതിലേക്ക് ചേർത്തോളൂ. എല്ലാം കൂടി ഞാനിവിടെ ഏകദേശം 3 മിനിറ്റാണ് ഇത് അടിച്ച് പതപ്പിച്ച് എടുക്കുന്നത്. നമ്മുടെ ബട്ടർ എത്രത്തോളം അടിച്ച് പതപ്പിക്കുന്നു അത്രത്തോളം സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കൊരു മുട്ട കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. സ്പീഡ് കുറച്ച് തന്നെ അടിക്കണം, കാരണം ഇതൊന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പിരിഞ്ഞു പോയാലും നിങ്ങൾ വിഷമിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. ഒന്ന് പയ്യെ അടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും കാണില്ല. അപ്പോൾ എല്ലാം കൂടി ഞാനൊന്ന് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ശരിക്കും ബട്ടർ ചേർത്തുള്ള കേക്കിന് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കോഫി സിറപ്പ്. നമുക്ക് കുറേശ്ശെ കോഫി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 9 ടീസ്പൂൺ കോഫി സിറപ്പാണ് ഈ കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് കുറേശ്ശെ മൈദയും കുറേശ്ശെ നമ്മുടെ കോഫി സിറപ്പും ചേർത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ മൈദ ഇട്ടിട്ട് നമ്മൾ ഒരുപാട് അടിക്കുമ്പോൾ അത് കട്ടിയായി പോകും. അതുകൊണ്ട് കുറേശ്ശെ മൈദ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുക മതി. ഇനി നമുക്ക് കോഫി സിറപ്പ്, മൊത്തം 9 ടീസ്പൂൺ കോഫി സിറപ്പ്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കുക. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം. ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ഈ തിക്നെസ് ഒന്ന് മാറി കിട്ടാനാണ് ഞാൻ ഈ വെള്ളം ചേർത്തത്. വെള്ളത്തിന് പകരം പാല് ചേർക്കാം. പാല് തണുപ്പുള്ളതായിരിക്കരുത്. തണുപ്പായതുകൊണ്ടാണ് ഞാനിവിടെ വെള്ളം തന്നെ ചേർത്തത്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് ബാറ്ററാണ്. അത് നമുക്ക് തന്നെ നേരിട്ട് കണ്ടറിയാം. കണ്ടോ?
നല്ല ശരിക്കും ഐസ്ക്രീമിൻ്റെ ആ പത പോലെ നല്ല പതഞ്ഞിട്ടുള്ളൊരു കേക്ക് ബാറ്ററാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ബേക്കിംഗ് ടിൻ, ബട്ടർ പേപ്പർ ഇല്ലാത്തവർ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ബട്ടറോ നെയ്യോ ഏതെങ്കിലും ഒന്ന് തടവിയിട്ട് കുറച്ച് മൈദ ഇട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. ബാക്കിയുള്ളത് തട്ടിക്കളയുക. അതാണ് നമ്മുടെ കേക്ക് ടിൻ. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഇഡലിത്തട്ടിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇഡലിത്തട്ടിൽ ഉപ്പിട്ട് ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വെക്കുക. സ്റ്റാൻഡ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കുക്കർ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചൂടാക്കുക. എന്നിട്ട് ഇതിറക്കി വെച്ചാൽ മതി. ഇതിറക്കി വെച്ച് അടച്ചതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എത്രത്തോളം മാക്സിമം കുറച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു. അതാണ് ഈ നടുക്കൊരു ചെറിയൊരു കുഴി പോലെ. അപ്പോൾ നിങ്ങൾ 25 മിനിറ്റ് കഴിയാതെ ഒരിക്കലും നമ്മുടെ കേക്ക് തുറന്ന് നോക്കരുത്. അപ്പോൾ നമുക്കിതുപോലെ സൈഡൊക്കെ ഒന്നൊരു കത്തി കൊണ്ട് ഒന്ന് വിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ചൂടുണ്ട്, അതാണ് ഇതുപോലെ ഇങ്ങനെ കേക്കൊന്ന് കട്ട് ചെയ്തൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രമേ ടിന്നിൽ നിന്നും കേക്ക് പുറത്തെടുക്കാവൂ. ഇനി 2 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇനി 2 ലെയറിലും നമുക്ക് ഷുഗർ സിറപ്പ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മുടെ പഞ്ചസാര വെള്ളം ഇതുപോലെ എല്ലാ ഭാഗത്തും ഞാനിപ്പം എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗ്ലാസ് വെച്ച് തന്നെ ഒഴിക്കുന്നത്. നിങ്ങൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒഴിച്ചാൽ മതിയാകും. ഇനി നമ്മുടെ ഫ്രഷ് ക്രീം, നമ്മുടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഉപയോഗിച്ചുള്ള ഐസിങ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇവിടെ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ഇത് കഴിച്ചിട്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണിത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ സ്പ്രിങ്കിൾസ് ഇതിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത സ്പ്രിങ്കിൾസ് ആണ്. ശരിക്കും ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കാനായി എടുത്തിരുന്നു. പക്ഷേ ആ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് അങ്ങ് മിസ്സായിപ്പോയി. ശരിക്കും എനിക്കത് കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം കൂടിയുണ്ട്. സാരമില്ല, എന്നാലും ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്പ്രിങ്കിൾസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടാം. അപ്പോൾ ഞാനിവിടെ അത് കാണിച്ചു തരാം. ശരിക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഞെട്ടും. കാരണം നമ്മുടെ വീട്ടിലുള്ള വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നിസ്സാരമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് സ്പ്രിങ്കിൾസ്. ഞാനവിടെ നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. വെറും നിസ്സാരമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ശരിക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെന്നറിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഞെട്ടും. നമ്മുടെ മുട്ടയുടെ വെള്ളയാണിത്. ശരിക്കും പഞ്ചസാരപ്പൊടിയും മുട്ടയുടെ വെള്ളയും വെച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ സ്പ്രിങ്കിൾസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉടൻ തന്നെ ഇടാം. വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ കേക്കും ഇവിടെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ കോഫി സിറപ്പോ ഒഴിച്ചു കൊടുക്കാം, ഇതുപോലെ ഒരു ഡെക്കറേഷന് വേണ്ടി.